നമസ്കാരം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവുമായിരുന്നു കോൺഗ്രസ്. പക്ഷെ ഇന്നത് നൈതിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ആശയരഹിതമായ ഒരു രാഷ്ട്രീയ സംഘമായി മാത്രം മാറിയിരിക്കുന്നു. അവിടെ നിറയെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള കോഴികളും അധികാര കൊതിമൂത്ത് എന്തും ചെയ്യാൻ തയ്യാറുള്ള കുറുക്കന്മാരും നിറഞ്ഞിരിക്കുന്നു. സ്ത്രീ സുരക്ഷയെപ്പറ്റി വേദികളിൽ പ്രസംഗിക്കുന്ന പാർട്ടി തന്നെയാണ് പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെയും അനീതികളെയും മറയ്ക്കുന്നത്. ആരോപണങ്ങൾ ഉയർന്നാൽ ഉത്തരവാദിത്വം എടുക്കാതെ കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് തന്നെ കോൺഗ്രസിന്റെ പുതിയ രാഷ്ട്രീയം. അതിനൊരു മാറ്റം വൈകിയ വേളയിലെങ്കിലും ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഒരു തരി ഉളുപ്പ് അതില്ലാതെ പോയല്ലോ രാഹുലിൽ. ഓരോ കുടുംബത്തിലും ഉണ്ടാകും ഒരു മുടിയനായ പുത്രൻ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലായിരുന്നു. ഒരു വിധത്തിൽ പാർട്ടി ഒന്ന് പച്ച പിടിച്ചു വന്നതായിരുന്നു. അതിനിടയിലാണ് രാഹുൽ കോൺഗ്രസിന്റെ തട്ടകത്തിൽ കുളം തോണ്ടിയത്. കോൺഗ്രസ് ഇന്ന് ചിതറിക്കിടക്കുന്ന ഒരു കുടുംബമായി മാറിയിരിക്കുന്നു. യുവ നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനു പകരം അവരെ അടിച്ചമർത്തുകയാണ് മുതിർന്ന നേതാക്കളുടെ തന്ത്രം. മുതിർന്ന നേതാക്കളെ കാലം കഴിഞ്ഞ വോട്ടുവിടക്ക് പോലെ എടുത്തു മാറ്റിവെക്കാൻ യുവ നേതാക്കന്മാർ വാരിക്കുഴി തീർക്കുന്നു. അങ്ങനെ കോൺഗ്രസ് സംഭവ ബഹുലമാണ് കേരളത്തിൽ. വിഭാഗീയത, അധികാരമോഹം, വ്യക്തിപ്രാധാന്യം ഇവയാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. നേതൃത്വം പുതുക്കാനുള്ള ആഗ്രഹം പാർട്ടിക്കില്ല. മാറ്റം വരുത്താനുള്ള ധൈര്യം അതുമില്ല. ഇതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജനങ്ങളുമായി ബന്ധം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതിനിടയിലാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചതുപോലെ രാഹുൽ നടത്തിക്കൂട്ടിയ പ്രഹസനങ്ങൾ. അതിനു പിന്നാലെ ഇന്ന് രാവിലെ ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തി. കൈകൊടുത്തും കെട്ടിപ്പിടിച്ചുമാണ് ആശാപ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് രാഹുൽ ആശമാരുടെ സമരവേദിയിലെത്തിയത്. സമ്മേളനം തുടങ്ങുമ്പോഴും രാഹുൽ സമരവേദിയിൽ ഉണ്ടായിരുന്നു. അതിനിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്താൻ വൈകുന്നത് രാഹുൽ അവിടെ ഉള്ളത് കൊണ്ടാണെന്ന അഭ്യൂഹമുയർന്നു. തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോയതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തുകയും ചെയ്തു. 12 മണിയുടെ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോകേണ്ടതിനാൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗം ചുരുക്കി പെട്ടെന്ന് മടങ്ങി. ഇതിനുശേഷം രമേശ് ചെന്നിത്തല സമരവേദിയിൽ എത്തിയതിനു പിന്നാലെ രാഹുൽ വീണ്ടും അവിടെ എത്തി. എങ്ങനെ ഒരു കാലത്ത് AK ആന്റണിയെ പോലെ, K കരുണാകരനെ പോലെ കരുത്തരായ നേതാക്കന്മാർ നയിച്ചിരുന്ന പാർട്ടിയാണ് ഇത്തരം നെറികേടിലും നാണക്കേടിലും ചേരിപ്പോരിലും ചാടി നാമാവശേഷമായി ഇന്ന് മാറിയിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ദീർഘകാലം അടിത്തറ പാകിയിരുന്ന പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യ സമരകാലത്ത് മുതൽ സംസ്ഥാനത്തിന്റെ ഭരണത്തിലും സാമൂഹിക വളർച്ചയിലും കോൺഗ്രസ് പാർട്ടിക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ പാർട്ടിയുടെ രാഷ്ട്രീയ സ്ഥിതി തകർച്ചയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ കേരളത്തിൽ കോൺഗ്രസ് എന്നതൊരു ശക്തമായ രാഷ്ട്രീയ സംഘടനയല്ല, മറിച്ച് ആന്തരിക കലഹങ്ങളിലും നേതൃത്വരഹിത്വത്തിലും കുടുങ്ങിയ ഒരു കൂട്ടായ്മയായി മാത്രമേ കോൺഗ്രസിനെ കാണപ്പെടുന്നുള്ളൂ. പാർട്ടിയുടെ തകർച്ചയ്ക്ക് പ്രധാനമായ കാരണമാകുന്നത് ആന്തരിക വിഭാഗീയതയും നേതൃത്വമില്ലായ്മയുമാണ്. K കരുണാകരൻ, AK ആന്റണി കാലഘട്ടത്തിനു ശേഷം പാർട്ടിക്ക് വ്യക്തതയുള്ള നേതൃത്വം ലഭിച്ചിട്ടില്ല. യുവജനങ്ങളെയും പുതിയ ആശയങ്ങളെയും ഉൾക്കൊള്ളാനും പാർട്ടിക്ക് കഴിയുന്നില്ല. മുതിർന്ന നേതാക്കളുടെ പരസ്പര വിരോധം പ്രവർത്തന തലത്തിൽ കടുത്ത അനാസ്ഥയും രാഷ്ട്രീയ നിർവീര്യവും ഉണ്ടാക്കി. കോൺഗ്രസ് ഒരു കാലത്ത് ജനങ്ങളോടുള്ള ബന്ധത്തിലൂടെ നിലനിന്നിരുന്ന പാർട്ടിയായിരുന്നു. പൗരപ്രശ്നങ്ങളിൽ ഇടപെട്ടതുകൊണ്ടും ജനകീയ സമരങ്ങൾ നടത്തിയും സാമൂഹിക നീതിയോടുള്ള പ്രതിബദ്ധത തുടങ്ങിയവ പാർട്ടിയെ അന്ന് ശക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്നത് പൂർണ്ണമായും ഭരണാധികാര ലാലസയും അധികാര കേന്ദ്രിത്വവും നിറഞ്ഞ ഒരു സംഘമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാര മാർഗങ്ങൾ തേടാനും പാർട്ടിക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയിലെത്തി കാര്യങ്ങൾ. യുവതലമുറയോട് പാർട്ടിയുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് മറ്റൊരു പ്രധാന പ്രശ്നമാണ്. സമൂഹ മാധ്യമങ്ങളും പുതിയ രാഷ്ട്രീയ ആശയധാരകളും പ്രാധാന്യം നേടുന്ന കാലത്ത് കോൺഗ്രസ് ഇപ്പോഴും പഴയ രീതികളിലാണ് പ്രവർത്തിക്കുന്നത്. യുവ നേതാക്കൾക്ക് അവസരം നിഷേധിക്കപ്പെടുകയും പഴയ നേതാക്കന്മാരെ എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്ത് അധികാര സ്ഥാനം പിടിച്ചിരിക്കാൻ മാത്രമാണ് നേതാക്കന്മാർ ഉറവിളി കൂട്ടുന്നത്. ഇത് പാർട്ടിയുടെ പുതുജീവനത്തെ തടയുന്നു. കേരളത്തിലെ ഭരണപരമായ വിഷയങ്ങളിൽ കോൺഗ്രസ് ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളേണ്ടതായിരുന്നു. പക്ഷെ അവർ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. ഇടതുപക്ഷ സർക്കാരിന്റെ അനാസ്ഥകൾക്കും അഴിമതിക്കുമെതിരെ ശക്തമായ രാഷ്ട്രീയ ആക്ഷൻ കാണിക്കാതെ കോൺഗ്രസ് ഒരു മന്ദഗതിയിലുള്ള നിരീക്ഷണ പാർട്ടിയായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമം പോലും പാർട്ടിയുടെ നിലയിൽ കാണുന്നില്ല. അതുകൂടാതെ നയപരമായ വ്യക്തതയുടെ അഭാവവും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകറ്റി.
വിഷയമൊന്നും നിലപാട് വ്യക്തതയില്ലാത്തതുമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ജനങ്ങൾ പാർട്ടിയെ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് ചിലപ്പോൾ ഇടതുപക്ഷ നിലപാടിലും ചിലപ്പോൾ വലതുപക്ഷ ചിന്തയിലുമാണ് ചാഞ്ചാട്ടം കാണിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയമായി അതിന്റെ ആകർഷണം പോലും നഷ്ടപ്പെടുത്തിയത്. പാർട്ടിയുടെ സംഘടനാപരമായ പുനർനിർമ്മാണം ഇനി അനിവാര്യമാണ്. പഴയ രാഷ്ട്രീയ മോഡലുകൾ തള്ളിക്കളഞ്ഞ് പുതിയ തലമുറയുടെ ആകർഷണം നേടാൻ കഴിയാതെ പോയാൽ കോൺഗ്രസ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി നിലനിൽക്കില്ല. ജനങ്ങളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പുതിയ കോൺഗ്രസ് മാത്രമേ വീണ്ടും വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയൂ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലവിലെ അവസ്ഥ ഒരു രാഷ്ട്രീയ സംഘടനയുടെ സ്വയം നാശത്തിന്റേതാണ്. ആന്തരിക വിഭജനങ്ങൾ, നേതൃത്വക്കുറവ്, നയപരമായ ആശയക്കുഴപ്പങ്ങൾ, ഈ 3 ഘടകങ്ങൾ ചേർന്നാണ് പാർട്ടിയെ പതനത്തിലേക്ക് നയിച്ചത്. അതിൽ നിന്ന് മുക്തി നേടാൻ പാർട്ടിക്ക് വേണ്ടത് ആത്മപരിശോധനയും പുതുയൗവനത്തിന്റെ സ്വീകരണവുമാണ്. അല്ലാത്ത പക്ഷം കോൺഗ്രസ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള കോഴികളെ കൊണ്ട് ഒരു ചരിത്ര പാഠമായി മാത്രം അവശേഷിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച